നമസ്കാരം. 2025 മകയിരം നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണദോഷ ഫലാനുഭവങ്ങളാകും അനുഭവത്തിൽ വരിക. ഇടവക്കൂറുകാരായ മകയിരം ആദ്യ 2 പാദങ്ങളിൽ ജനിച്ചവർക്ക് ഗുണാധിക്യവും, മിഥുനക്കൂറുകാരായി മകയിരം അവസാന 2 പാദങ്ങളിൽ ജനിച്ചവർക്ക് അല്പം പ്രതികൂലവുമായ അനുഭവങ്ങളെയും നേരിടേണ്ടി വന്നേക്കാം. പൊതുവെ വരുമാനത്തിൽ വർധനവുണ്ടാവുമെങ്കിലും ചെലവുകളും വർദ്ധിക്കും. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും. പുതിയ ഗ്രഹം നിർമ്മിക്കുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉരുത്തിരിയും. ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. വിലപ്പെട്ട സമ്മാനങ്ങളും ലഭിക്കും. സന്താനങ്ങൾ അനുഭാവപൂർവം പെരുമാറും. കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരങ്ങളും ലഭിക്കും. ഭൂമിയിൽ നിന്നും ആദായം വർദ്ധിക്കും. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങളുടെ കാലമായിരിക്കും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുമെങ്കിലും ആശയക്കുഴപ്പം അനുഭവപ്പെടും. ഔദ്യോഗിക രംഗത്ത് ഉയർച്ച ഉണ്ടാകും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും കാലം അനുകൂലമാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും കൂടുതൽ സ്വീകാര്യത ലഭിക്കും. പങ്കുകച്ചവടം ലാഭകരമാകും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ പുരോഗതി ദൃശ്യമാകും. ആരോഗ്യകാര്യങ്ങളിലുള്ള ശ്രദ്ധക്കുറവ് രോഗം മൂർച്ഛിക്കാൻ ഇടവരുത്തും. ദൂരയാത്രകൾ വേണ്ടി വന്നേക്കാം. അവശ്യഘട്ടങ്ങളിൽ സുഹൃത്ത് സഹായവും ബന്ധുസഹായവും ലഭിക്കും. വാഹനം, ഗൃഹം എന്നിവയ്ക്കായി കൂടുതൽ പണം ചെലവഴിക്കേണ്ടതായി വന്നേക്കാം. നല്ല വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും. പൊതുവെ അംഗീകാരവും മിത്രലാഭവും അനുഭവത്തിൽ വരും. എങ്കിലും മനസമാധാനക്കുറവ് അനുഭവപ്പെടും. ഒരു വ്യക്തിയുടെ ജാതകപ്രകാരമുള്ള ദശാകാലം, അപഹാരം, ഛിദ്രം, ഗ്രഹങ്ങളുടെ ഉച്ചനീച ക്ഷേത്രാധിസ്ഥിതി, ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ ഇവയൊക്കെ പരിഗണിക്കുമ്പോൾ ഈ ഫലാനുഭവങ്ങളിൽ ചില മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളും വരാവുന്നതാണ്. മകയിരം നക്ഷത്രത്തിൻ്റെ നാഥൻ കുജനും ദേവത ചന്ദ്രനുമാണ്. മകയിരം നക്ഷത്രക്കാർ ദോഷപരിഹാരത്തിനും ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരാനുമായി ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതോടൊപ്പം ദിവസേന ഭക്തിപൂർവം ഓം ചന്ദ്രമസേ നമ എന്ന മന്ത്രം ജപിക്കുക. അതോടൊപ്പം കുജപ്രീതിക്കായി ചുവപ്പ് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുക. ഇതൊക്കെ ജീവിതത്തിൽ അനുകൂലമായ ഫലാനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് സഹായകരമാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.